ഏയ് എന്താ ചെയ്യുന്നേ? നമ്മൾ റെഡ് സപ്പോട്ട മൂത്തിട്ടുണ്ട്, അതിങ്ങ് പറിച്ചെടുക്കാം. കട്ട് ചെയ്തെടുക്കുക. എന്നാ വേഗം പറിക്കേ, നമുക്ക് പഴിപ്പിച്ചിട്ട് തിന്നാലോ. ഇത് 5-6 ആയിട്ടുണ്ട്. അതില്ലെങ്കിൽ നാളെ കിളികളുടെ വായിലേക്ക് എത്തിച്ചേരും. ജീവിക്കണ്ടേ? 2 ഇവിടെ ഉണ്ട്. അത്യാവശ്യം വണ്ണം വെച്ചല്ലേ? യെസ്. പിന്നെ ഒന്ന് ഇപ്പോൾ 2 ഒളിച്ചിരിക്കുന്നുണ്ട്. അവനെയും കൂടെ പറിക്കും. തട്ടവനെ തട്ടിയെടുക്ക്. ഓക്കെ. പിന്നൊരു 3-4 അത് വലുതാട്ടെ. വലുതായിട്ട് പിന്നെ നമ്മുടെ ലെമൺ ഉണ്ട് കേട്ടോ മൂത്തിട്ട്. അതും പുറത്ത് അവനെയും കൂടെ ചെയ്യാക്ക്. ഇതായിട്ടുണ്ടോ? അതായില്ലേ? ഇത് അവിടെ ഉണ്ട് പഴുത്ത്. ഇതായിട്ടുണ്ട്. ഇച്ചിരി ചെറുതാണെങ്കിലും നല്ല നീരുണ്ട് അല്ലേ? ഇതും പറിക്കാം അല്ലേ? ഇതും കഴിച്ചില്ലേ? കിട്ടേ, നമുക്ക് നല്ലൊരു ലെമണാക്കി കുടിക്കാം. പോരെ? ലെമണല്ല, നാരങ്ങ വെള്ളം. ബാക്കി എല്ലാത്ത ഇനി നെല്ലിയാൽ ഇഷ്ടംപോലെ നെല്ലിക്ക ഉണ്ട് കേട്ടോ. ഒരുപാട് നെല്ലിക്ക ആയിട്ടുണ്ട്. ഇവൻ നല്ലോണം തരുന്നുണ്ട് കേട്ടോ കായ്. അങ്ങനെ വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവന് വെള്ളം നല്ലോണം പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അതേപോലെ അവന് ഓർമ്മയും ചെയ്യും കേട്ടോ. ഇതൊരു ട്രിക്കാണ്. ഇത് നല്ല ചൂട് വരുമ്പോൾ ഇത് വല്ലാണ്ട് വാടിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ഒരു സാധനം ഉണ്ട്, താഴെ വീണിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം കഴിഞ്ഞു. ഇത് വെള്ളം നിറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഇത്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഊരി പോകുന്നതിന് കെട്ടിക്കൊടുത്താണ്. ഈ സപ്പോട്ട നല്ലൊരു വണ്ണമുണ്ട് കേട്ടോ. ഇച്ചിരി ഉറുമ്പൊക്കെ കയറിയിന്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പഴുത്ത് വീഴാൻ തുടങ്ങും. അതിന് മുമ്പേ പറിച്ചെടുത്താണ്. ഓക്കെ, കുറച്ച് ഉറപ്പുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ? അത് 2 ദിവസം കൊണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കകത്ത് കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ ഒരു 2-3 ദിവസം മാക്സിമം, അപ്പോഴത്തേനും പഴുത്ത് കിട്ടും. നമുക്ക് ചിക്കു ഷേക്ക് അടിക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അതിൻ്റെ ഉൾഭാഗവും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ടാറ്റാ.